നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെട്ടതിന് ശേഷം, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം പുതിയ പരമോന്നത നേതാവായി ഖംനായിയുടെ മകൻ മുജ്തബ ഖംനായി ചുമതല ഏറ്റെടുത്തു. എന്തായാലും അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെയുള്ള സമയം, ഇന്നലെയാണ് വാർത്ത പുറത്തു വന്നത്, ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് വരെയുള്ള സമയങ്ങളിൽ അമേരിക്കക്കുണ്ടായിട്ടുള്ള തിരിച്ചടികൾ അത് ഗംഭീര തിരിച്ചടികൾ തന്നെയാണ്. പക വീട്ടാനുള്ളതാണ്, പ്രതികാരം ചെയ്യാനുള്ളതാണ്. സ്വന്തം പിതാവിനെ കൊന്നവരെ വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ച് മുജ്തബ ഖംനായി ഇറങ്ങിയതുപോലെ നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള അടികളാണ് അമേരിക്കക്ക് കിട്ടിയത്. എന്നാൽ അദ്ദേഹം ഈ ഒരു സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, ഇറാൻ സൈന്യം പൊട്ടിച്ച ആചാര വെടിയിലും അമേരിക്കക്ക് വലിയ പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ പറഞ്ഞു. അവർ പറഞ്ഞതിന് ശേഷം ഇനി ക്യാമ്പുകളിൽ സ്വസ്ഥമായി ഇരിക്കാമെന്ന് തീരുമാനിച്ച് തിരിച്ചെത്തിയ സൈനികർക്ക് നേരെ ഇറാൻ തൊട്ടടുത്ത ദിവസം ആക്രമണം നടത്തി. ആ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം നടത്തിയ ആക്രമണം, അമേരിക്കയും ഇസ്രായേലും ഒക്കെ സ്ഥിരമായി പറയുന്ന രീതിയിൽ തന്നെ ഇറാൻ പ്രവർത്തിച്ചു. അങ്ങനെ അവർ നടത്തിയ ആക്രമണത്തിൽ 200 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള അവകാശവാദം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നിരവധി അമേരിക്കൻ സൈനികരെ തടവിലാക്കിയിട്ടുണ്ട് എന്നും അവർ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഇവിടെ ആദ്യം അവർ ഉന്നയിച്ച അവകാശവാദം അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ചില ഫോട്ടോകൾ ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സല്യൂട്ടൊക്കെ ചെയ്ത് ഗൾഫിൽ നിന്നും കയറ്റിവിട്ട പെട്ടികൾ സ്വീകരിക്കുന്നതിന്റെ തിരക്കിലാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകളിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ അമേരിക്കയിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് സത്യം. എന്തായാലും അതിനുശേഷം ഇന്നുവരെ ഇവിടെ അമേരിക്കൻ ബേസുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാന്റെ ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട്. ഖത്തറിലെ അൽ-ഉദൈദ് താവളത്തിന് നേരെ ഇവിടെ ഇന്ന് നടന്ന ഒരു ആക്രമണത്തിൽ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇത് വ്യോമതാവളത്തിൽ നേരിട്ട് മിസൈൽ പതിച്ചു. ഈ മിസൈലിനെ തകർക്കാനായില്ല, തടുക്കാനായില്ല എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ള ഒരു വാർത്ത. അതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ആയത്തുള്ള അലി ഖംനായിയുടെ മകൻ മുജ്തബ ഖംനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അമേരിക്കക്ക് തിരിച്ചടികളുടെ പൊടിപൂരമാണ്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് നടത്തുന്ന അടികളും ഒട്ടും മോശമല്ല. അവിടെ എണ്ണ സംഭരണ കേന്ദ്രം, അതുപോലെ തന്നെ മിസൈൽ നിർമ്മാണ കേന്ദ്രമൊക്കെ തകർത്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ അവകാശവാദമാണ്, മുഴുവനായിട്ടൊന്നും ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ കണ്ണിന് കണ്ണ് കയ്യിന് കൈ എന്ന രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. ഇവിടെ ബഹ്റൈനിലെ കുടിവെള്ള പദ്ധതിക്ക് നേരെയൊക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗദിയിലേക്ക് നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായ അമേരിക്കൻ ബേസുകൾക്ക് നേരെ അടിക്കുന്നുണ്ട്. ഇറാനിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനാകട്ടെ അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം, ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ആക്രമണം, ഒരിക്കലും അവർ ചിന്തിക്കാൻ പോലും, ആ ഒരു ആക്രമണത്തെ കുറിച്ച് ഓർക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിനകത്തേക്ക് നടന്നിട്ടുള്ളത്. ചില ആളുകൾക്കൊക്കെ സംശയങ്ങളുണ്ട്. ചില ആളുകളൊക്കെ നേരിട്ട് വിളിച്ചു തുടങ്ങി. നല്ല വാക്കൊന്നും അല്ല പറയുന്നത്, വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത്. വാട്സാപ്പിലൊക്കെ അയക്കുന്ന മെസ്സേജുകൾ ഈ അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ പറയുന്നു, അല്ലെങ്കിൽ ഉള്ള കാര്യം പറയുന്നു എന്നുള്ളതിന്റെ പേരിലാണ് ചില ആളുകൾക്കൊക്കെ കുരുപൊട്ടുന്നത്. അത്തരത്തിലുള്ള ചില ആളുകളെ തുറന്നു കാണിക്കേണ്ടി വരും ദിവസങ്ങളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. അതായത് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജനം TV മാത്രമാണ് കാണുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള ചില സംഘപരിവാർ ചാനലുകൾ മാത്രമാണ് ഇത്തരക്കാർ കാണുന്നത്. അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. മറ്റു മാധ്യമങ്ങളൊന്നും ഇവർ പരിശോധിക്കുന്നില്ല. ഉള്ള കാര്യം പറയുമ്പോൾ അവർ വല്ലാതെ ഉരുപൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്തായാലും ഇസ്രായേലിനകത്തേക്ക് നടത്തിയ, ടെല്ലവീവിനകത്തേക്ക് നടത്തിയിട്ടുള്ള ആക്രമണം അതിഭീകരമാണ്. ഇസ്രായേലിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ബങ്കറുകൾക്കടിയിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന കാര്യം നമ്മളിവിടെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞതാണ്. അവരൊക്കെ ബങ്കറിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിലൊരു ബങ്കർ ഇവിടെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചത് തകർത്ത് കളഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ്. ഈ ഒരു ആക്രമണത്തിലും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. സമീപത്താകെ വലിയ കേടുപാടുകൾ, കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന വാർത്തയും ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. എന്തെങ്കിലും പറയുമ്പോൾ വെറുതെ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ഇനി ആര് പറഞ്ഞാലും ആര് വിളിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമുള്ള കാര്യമല്ല. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല.
എന്തായാലും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ബാപ്പയുടെ മകൻ തന്നെയാണ് ഇറാനിൽ പരമോന്നത നേതാവായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ഭീഷണിപ്പെടുത്തി, ഇസ്രായേൽ തുടർച്ചയായി ഭീഷണിപ്പെടുത്തി അടുത്ത പരമോന്നത നേതാവിനെ പിന്തുടർന്ന് വധിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്തുടർന്നൊന്ന് വധിച്ചു കാണിക്കുക എന്ന് പറഞ്ഞ് നെഞ്ചുറപ്പോടുകൂടെ ചങ്കൂറ്റത്തോടുകൂടെ ആ സ്ഥാനത്ത് വന്നിരുന്ന് പക വീട്ടാനുള്ളതാണ്, പ്രതികാരം അത് ചെയ്തിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അമേരിക്കയെയും ഇസ്രായേലിനെയും വെള്ളം കുടിപ്പിക്കുന്നു. അവരുടെ താവളങ്ങൾക്ക് നേരെ, അവരുടെ താല്പര്യങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്കയും ഇസ്രായേലും വെള്ളം കുടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതേസമയം ഞാൻ പറഞ്ഞു, ഇറാനിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തിരിച്ചടികൾ ഇറാനിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇറാനകത്തേക്ക് ആക്രമണം നടത്താൻ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ പ്രതിരോധ സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെ കുറച്ച് വീക്കാണ്. ലോക പോലീസ് എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലുമാണല്ലോ. അവർക്ക് തിരിച്ചടി കിട്ടുമ്പോൾ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ തന്നെയാണ് ഇവിടെ വാർത്ത. അത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ, പുതിയ പുതിയ മിസൈലുകൾ ഇസ്രായേലിനകത്തേക്കും അമേരിക്കക്കെതിരെയും പ്രയോഗിക്കുന്നു. അത് വിജയം കാണുന്നു, അത് ലക്ഷ്യത്തിലെത്തുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ അറിയുന്ന കാര്യങ്ങൾ ഇനിയും പറയും, ഇനിയും അത് ജനങ്ങളിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.